ഹലോ, ഐ ആം സിനുഷാൻ. ഇന്നത്തെ വീഡിയോ നെല്ലിക്ക എങ്ങനെയാണ് ഉപ്പിലിടുക എന്നതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് നാളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. 2 ദിവസം കൊണ്ട് നമുക്ക് സെറ്റായി കിട്ടും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടോക്കാം. ആദ്യം നമ്മൾ ക്ലീനാക്കി കൊടുത്ത കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അതിനായി ചില്ലിൻ്റെ കുപ്പിയാണ് കേട്ടോ വേണ്ടത്. പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും നെല്ലിക്ക ഉപ്പിലിടാൻ പാടില്ല. ചില്ലിൻ്റെ നല്ലൊരു കുപ്പി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വാഷ് ചെയ്ത് വെച്ച നെല്ലിക്കയിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, നെല്ലിക്ക ഉപ്പിലിട്ടത് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ബീച്ചിലൊക്കെ പോയാലും നമ്മൾ ആദ്യം ഇത് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പം നമുക്കിതൊന്ന് നല്ല തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് സെറ്റാക്കി കൊടുക്കാനുണ്ട്. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം. നെല്ലിക്ക ഫുള്ളായിട്ട് കവർ ചെയ്യണ വരെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കതൊന്ന് അടച്ച് മൂടി കൊടുക്കാം കേട്ടോ. സെറ്റായിട്ട് കിട്ടണമെങ്കിൽ നല്ല അടച്ച് മൂടി കൊടുക്കണം. ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് നാൾ വെക്കേണ്ടി വരും. 2 ദിവസം കൊണ്ട് സെറ്റായി കിട്ടും കേട്ടോ. ഇനി നമുക്കത് ഫില്ലാക്കി കൊടുക്കാം. അതിലേക്ക് ഉപ്പും വിനാഗിരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുപ്പിയിലോട്ട് നെല്ലിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 5-6 എണ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പും വിനാഗിരിയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ 5 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ചിട്ടാൽ മാത്രമേ നെല്ലിക്കയിൽ ഉപ്പ് പിടിക്കുള്ളൂ. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആവശ്യമെങ്കിൽ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കാന്താരിമുളകൊക്കെ നല്ലതാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ ഉപ്പ് മാത്രമാണ് നല്ലത്. വീണ്ടും നമ്മൾ ഒരു 5-6 നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് ഫുള്ള് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് മേലെയിട്ട് ഇതുപോലെ വിനാഗിരിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം ഉണ്ടല്ലോ, തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചില്ലേ, ആ വെള്ളം കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേറെ പച്ചവെള്ളം ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ തിളച്ച വെള്ളം നന്നായി ചൂടാറിയിട്ടുണ്ട്. ആ വെള്ളം നമ്മൾ ഇതിലോട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് അടച്ചു മൂടി കൊടുക്കാം. കൈകൊണ്ട് മാത്രം ടീസ്പൂണൊക്കെ വെച്ചിട്ട് മതി. കൈ കൊണ്ട് തൊടുകയാണെങ്കിൽ പെട്ടെന്ന് നാശമായിട്ട് പോകും. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കഴിച്ച് നോക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തേക്കാൻ നല്ലതാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്കിട്ട് വെക്കാറുണ്ട്. അതുപോലെ തന്നെ കാന്താരിമുളകും എല്ലാം നമ്മളിതുപോലെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ, ബൈ ബൈ.